സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിപ്പ എന്ന് പറയുന്നൊരു സാധനം വലിയ രീതിയിൽ അത് വീണ്ടും വളരെയധികം ശക്തി ആർജിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുമ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ മുന്നിലേക്ക് പോകേണ്ട സമയങ്ങളാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം മുൻപ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനും ആ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവരിതിനു വേണ്ടിയിട്ട് എടുത്തുള്ള പ്രിക്കോഷൻസ്, ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തുള്ള പ്രിക്കോഷൻസ് എത്രത്തോളമാണെന്നും ഹോസ്പിറ്റലുകളിൽ അടിയന്തര സാഹചര്യത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മെഡിസിൻസിൻ്റെയും അവൈലബിലിറ്റി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഏത് വാക്സിൻ എവിടെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളായിരുന്നു അന്നത്തെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള പിണറായി വിജയൻ സർക്കാരിലുണ്ടായിരുന്നു, അല്ലെ പിണറായി സർക്കാരിലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ഇന്ന് അധികാരത്തിൽ കേരളത്തിലെ ജനങ്ങൾ വികസനം വേണം, ചേഞ്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ആരെയാണ്? വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന കരുണാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകനായിട്ടുള്ള കെ മുരളീധരനെ. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, എം മണി എന്ന് പറയുന്നൊരു മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ്. അതായത് വാ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന ഒരു കള്ളൻ്റെ മകനാണ് ഈ പറയുന്ന കെ മുരളീധരൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ആണെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കാം, എനിക്ക് അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. അപ്പം അങ്ങനെ ഈ കെ മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ പഠിച്ചിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഉടനെ ഒന്ന് പഠിക്കട്ടെ, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് ഞങ്ങൾ പഠിക്കണം, പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കെല്ലാം പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ പഠിച്ചിട്ടേ എല്ലാം പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകൾ എന്തേ നിങ്ങൾ ഈ പറയുന്ന പഠനമൊന്നും അല്ല പഠിക്കാനുള്ള സമയമൊന്നും വീണ ജോർജ് ഇരിക്കുന്ന സമയത്ത്, പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്തില്ല? അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അല്ലേ? പഠിക്കേണ്ട സമയങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, എന്ത് പ്രശ്നം വന്നാലും ആദ്യം മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ ഒരൊറ്റ മുദ്രാവാക്യവുമായിട്ടാണ് ഇവന്മാരുടെ എല്ലാ കൊങ്ങികളും കളിച്ചുകൊണ്ടിരുന്നത്. കൊങ്ങികളോടൊപ്പം കൊങ്ങികളുടെ സഹോദര തുല്യരായിട്ടുള്ള സംഘികളുടെയും കളികളുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊങ്ങികളും സംഘികളും എല്ലാം കൂടി കളിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനെ ആ ഒരു കസേരയിൽ നിന്ന്, മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അതിൽ വലിയ രീതിയിൽ സന്തോഷം കണ്ടെത്തുന്ന കുറേ അധികം നമ്മുടെ നാട്ടിലെ കുറേ വർഗീയവാദികളെന്നോ അല്ലെങ്കിൽ ജാതി കോമരങ്ങളെന്നോ ഒക്കെ നമുക്ക് പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്ന കുറേ മരവാഴകളുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും പിണറായി വിജയൻ ഇവിടുന്ന് ഇറക്കി വിട്ടത് വലിയൊരു ജീവിതാഭിലാഷമായിട്ട്, അല്ലെ അന്ത്യാഭിലാഷമായിട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ കാണുന്ന കുറേ അധികം ആളുകൾക്ക് വളരെയധികം സന്തോഷമാണ്. എന്നാൽ ഞാനടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ഇന്ന് ദുരിതത്തിലാണ്. എന്തുകൊണ്ടാണ്? നാളെ നമ്മളിൽ ഒരാൾക്കൊരു നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് പോയിട്ട് നമ്മളെ ഒന്ന് ജീവൻ രക്ഷിക്കാൻ പോലും ഒരാളും ഒരു തെണ്ടുകളും വരില്ല എന്ന് പറയുന്നൊരു പേടി ഞാനടക്കമുള്ള പല ആളുകൾക്കുമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അല്ലെങ്കിൽ ആശുപത്രികളിൽ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല, മെഡിസിൻസ് അവൈലബിൾ അല്ല. ഒരു നിപ്പയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ മെഡിസിൻസും അവൈലബിൾ അല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം രക്ഷപ്പെടുത്താൻ പോകുക, അല്ല ജീവൻ രക്ഷപ്പെടുത്താൻ പോയി ഈ സർക്കാർ? നിപ്പ എന്ന് പറയുന്ന ഒരു വലിയ രോഗമെന്ന് തന്നെ നമുക്ക് തന്നെ പറയാം അല്ലേ? ഒരു നേഴ്സ് വരെ മരണപ്പെട്ടൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്രയധികം ഭീതി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്രയധികം ഭീകരമായിട്ടുള്ളൊരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു വൈറസാണ് നിപ്പ പരത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ നിപ്പ ബാധിച്ചിട്ട് ജീവിതം രക്ഷപ്പെട്ടു പോയിട്ടുള്ള, ചരിത്രങ്ങളിൽ അപൂർവമായിട്ട് ജീവിതം രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയങ്ങളിലായിരുന്നു. എന്നാൽ അതേ ചരിത്രം തന്നെ തിരുത്താൻ പോവുകയാണ് ഈ കെ മുരളീധരൻ അടക്കമുള്ള UDFൻ്റെ കൊങ്ങി സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഇത്ര പേര് മരിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വിട്ടുകൊണ്ട്. മേ ബി ഇവരത് വേണമെങ്കിലും മറച്ചു വെക്കാം, കാരണം മാധ്യമങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ ആവശ്യങ്ങൾ അവർക്ക് എന്തും പറയാൻ ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കിട്ടണം, TRP വാല്യൂ കൂട്ടണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇളിച്ച ചിരിയൊക്കെ കിട്ടുന്ന കുറച്ച് ബൈറ്റ്സ് വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികെട്ട കളികൾ കളിക്കാനും ഇവന്മാർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ട്. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അത് ആരാ പറഞ്ഞത്? കെ മുരളീധരനാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. എന്നാൽ അന്ന് ഇത് പറഞ്ഞ കെ മുരളീധരൻ ഇന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമേ അല്ല. അന്ന് ഞാൻ പറഞ്ഞത് അന്നത്തെ സർക്കാരിനെ പറ്റി, ഇന്ന് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, കാരണം ഞങ്ങളല്ലേ ഭരണത്തിരിക്കും, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്നാണ്. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ചിട്ട് താളം വിട് മുരളീധരൻ സാറേ എന്നേ എനിക്കിവിടെ പറയാനുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഈ കെ മുരളീധരൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പല കൊങ്ങിക്കുട്ടന്മാരും ഈ KK ശൈലജ എന്ന് പറയുന്ന ടീച്ചറിനെയും ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആളിനെ കളിയാക്കിക്കൊണ്ട് രംഗത്തേക്ക് നമ്മൾ കണ്ടതാണ്. നമ്മളടക്കം അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. KK ശൈലജ ടീച്ചറിനല്ല, വീണ ജോർജിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിമർശിക്കാറുണ്ട്, അത്തരത്തിൽ നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഈ ഒരു സംഭവത്തിൽ ഇന്ന് അവർ പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും ദിവസം, അല്ലെങ്കിൽ ഇത്രയും നാളുകൾ മിണ്ടാതിരുന്നിട്ട്
ഇന്ന് അവർ ഒരു പ്രതികരണവുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സർക്കാരിൻ്റെ നിലപാടിനെതിരെ. അപ്പോൾ എന്താണ് നമുക്കത് കെ ശൈലജ ടീച്ചർ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം. എപ്പോഴും പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും. ഇന്നലെ കാസർഗോഡ് നിന്ന് ഞാൻ നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ പ്രതികരിച്ചിരുന്നു. ഏതാണ് ഭരണമെന്നോ ഏത് പാർട്ടിയുടെ മന്ത്രിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല ഈ പകർച്ചവ്യാധികളെല്ലാം വരുന്നത്. അപ്പോൾ വരുമ്പം അതിനെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞാൻ ഇന്നലെ എൻ്റെ ഒരു അനുഭവത്തിൽ പഴയൊരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞത് അതാണ്. അത് തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം പറയുമ്പോൾ സത്യസന്ധമായും ശാസ്ത്രീയമായിട്ടും ഇത് ശാസ്ത്രയുഗമാണ്. അപ്പോൾ എന്താണ് ഈ കോവിഡ് വൈറസ്, എന്താണ് നിപ്പ വൈറസ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇതിനെ നേരിടാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കണ്ടില്ലേ, ശൈലജ ടീച്ചർ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും തന്നെയാണ് കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ശരിക്കും ശൈലജ ടീച്ചർ തന്നെയാണോ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് നമുക്ക് തോന്നിപ്പോകും വിധം തന്നെയാണ് ആൾ കാര്യങ്ങളെപ്പറ്റി ഈ പറയുന്നത് വിശദീകരിക്കുന്നത്. പല ആളുകളും ഒരുപാട് കമൻറ്റുകൾ ഇതിന് താഴെയുണ്ട് കേട്ടോ. തോൽക്കേണ്ടവർ ജയിച്ചു, ജയിക്കേണ്ടവർ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇത് കാണുമ്പോഴും ഇതിനടിയിലും വന്ന് കമൻ്റ് ഇടുന്ന കുറച്ച് കുട്ടന്മാരുണ്ട്. സംഘിക്കുട്ടന്മാരോ കൊങ്ങിക്കുട്ടന്മാരോ ഏതുമായിക്കോട്ടെ, ഇത് കമ്മിയുടെ കരച്ചിൽ തീർന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടാ, എന്നെ കമ്മിയാക്കാൻ വലിയ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കമ്മിയായിട്ട് തന്നെ അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് നല്ല മനുഷ്യത്വമുള്ള ഒരാളെന്നാണ്, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളെന്നാണ്, ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനെന്നാണ് ഞാൻ കമ്മികളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു കമ്മി തന്നെയാണ്. മറ്റേത് പാർട്ടിയിൽ പോയാലും അതിനെ പലതന്തയ്ക്ക് പറഞ്ഞതെന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരുടെ അഭിപ്രായങ്ങളും ഇവരുടെ നിലപാടുകളും ഒക്കെ ആ രീതിയിലാണ്. അപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്ന സമയത്ത് നല്ല കരുത്തുറ്റ മന്ത്രിമാരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സഖ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ടീം തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? കേരളത്തിലെ ജനങ്ങളുടെ ജീവന് പുല്ല് വില കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അവരെല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്കൊന്നും അല്ലല്ലോ വരുന്നത്. അപ്പുറത്തെ ആരാൻ്റെ വീട്ടിലല്ല, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളേ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ഈ പ്രബുദ്ധ കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് വീണ ജോർജിൻ്റെ ഒരു മറുപടി കൂടിയുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ പ്രോട്ടോകോളിനെ പറ്റി പറഞ്ഞു, 2023 ഉണ്ടാക്കിയ അതിൽ ഈ റെംഡെസിവിർ എന്ന മരുന്ന് മരണസംഖ്യ കുറക്കാൻ വളരെ സഹായിച്ചതാണ്. അപ്പോൾ ഈ മരുന്ന് ഇന്ന് ചെന്നൈയിൽ നിന്ന് എത്തുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്നലെയുള്ള വാർത്താ സമ്മേളനത്തിൽ. അത്തരത്തിൽ ഈ മരുന്ന് ശരിക്കും ആശുപത്രിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, അങ്ങനെയുള്ള ഒരു പ്രോട്ടോകോളായിരുന്നു അന്ന് ഇറക്കിയിരുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ആന്റിവൈറൽ ഡ്രഗ് റെംഡെസിവിർ നമ്മൾ കൂടുതലായിട്ട് നൽകുന്നതിന് ഇടയായത്. പക്ഷെ ഇപ്പൊ മറ്റൊരു സാഹചര്യം കൂടി ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട്. അത് എബോളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, എബോള ആഗോളതലത്തിൽ എബോളയുടെ ഒരു വെല്ലുവിളി പൊതുജനാരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ എബോളയ്ക്കും നമ്മൾ ഈ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നതാണ്, ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കേരളം പ്രത്യേകിച്ചും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ പുറത്തു പോകുന്നു. അതുപോലെ ഒരുപാട് സഞ്ചാരികളെ ഇപ്പോൾ ജോലി സംബന്ധമായിട്ടും പഠന സംബന്ധമായിട്ടും അല്ലാതെ മക്കളെ സന്ദർശിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉള്ളവർ പോയിട്ടും പുറത്തൊക്കെ വരുന്നത്. അപ്പം അവരുടെ എല്ലാം ആരോഗ്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എബോളയുടെ മുൻകരുതൽ എന്നുള്ള നിലയിൽ കൂടി ഈ മരുന്ന് സംസ്ഥാനത്ത് കരുതേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വെല്ലുവിളി ഉണ്ടായ സാഹചര്യത്തിൽ ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയോ 10 ദിവസങ്ങളാണല്ലോ ആയിട്ടുള്ളത്. എബോളയുടെ ഒരു ആ നിലയിലുള്ളൊരു ചാലഞ്ച് ആഗോളതലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടത്തിലും പ്രത്യേകിച്ചും അതിലേക്കൊരു ശ്രദ്ധ രാജ്യത്ത് ഇന്ത്യയിൽ നൽകപ്പെട്ട ഒരു സാഹചര്യത്തിലും അതിന് ഈ മരുന്ന് ആവശ്യമാണ്. ഇപ്പോ ഇന്നലെയുടെ തലേന്നാണ് രോഗം കണ്ടെത്തിയത്. ഈ ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല എന്നുള്ളത് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ഇതാണ് അറിവുള്ളവനും അറിവില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഈ കൊങ്ങികൾ ഈ പറയുന്ന അന്ന് ഭരണപക്ഷമായിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ കളിയാക്കുമ്പോൾ, ഈ വവ്വാൽ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ വവ്വാലല്ല ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുമ്പോൾ, ഇന്ന് ഭരണത്തിൽ വന്നിട്ട് വവ്വാൽ തന്നെയാണെന്ന് പറയുമ്പോൾ ഇവന്മാരുടെയൊക്കെ നിലവാരവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊന്നും വേറെ രീതിയിലുള്ള ഒരു മറുപടിയും പറയാനായിട്ട് വീണ ജോർജും കെ ശൈലജ ടീച്ചറും പിണറായി വിജയൻ അടക്കമുള്ള ഒരാളും മുന്നിലേക്ക് വരുന്നില്ല. ഈ ഒരു അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു സാഹചര്യം നമുക്ക് കടന്നു പോകണം. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിലേക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളുകളും അഴിമതിക്ക് വേണ്ടിയിട്ട് മാത്രം, തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം അധികാരത്തിൽ വന്ന ആളുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും.
എന്തായാലും കൃത്യമായിട്ടുള്ളൊരു മറുപടി അത് സൗമ്യമായിട്ടുള്ള രീതിയിൽ മധുര പ്രതികാരമെന്ന് പറയുന്നത് പോലെ നൈസായിട്ട് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. ഇടതുപക്ഷമായിരുന്നു ശരിയെന്ന് ഇപ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു.